പ്രളയം, അതേപോലെ തന്നെ കാറ്റ്, ഹജ്ജിന്റെ നാളിൽ ഉണ്ടാകാവുന്ന തിക്കുതിരക്കുകൾ, സ്ഫോടനം, അതേപോലെ തന്നെ ഉണ്ടാകാവുന്ന എല്ലാ പ്രത്യാഘാതങ്ങളെയും നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ എല്ലാ പ്രയാസങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് ഇപ്പോൾ തന്നെ സജ്ജീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ രേഖകളില്ലാതെ, അനുമതിയില്ലാതെ ഹജ്ജിന് വരുന്നതിനെ കർശനമായി ഗവൺമെന്റ് തടയാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് സംബന്ധമായ ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. അനുമതിയില്ലാതെ ഹജ്ജില്ല എന്ന ടൈറ്റിലിൽ മാസങ്ങളായി നടത്തിയ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് ആഭ്യന്തര ഹജ്ജിമാരുടെ കാര്യത്തിൽ വളരെ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏതാണ്ട് 30 ലക്ഷത്തിലധികം ഹാജിമാർ വന്നിരുന്നുവെങ്കിൽ ഇത്തവണ 20 ലക്ഷം ഹാജിമാരാണ് ഹജ്ജ് ചെയ്യുവാൻ എത്തുക എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ വർഷത്തെക്കാൾ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ചില പരിമിതികൾ ഹറമിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് തവാഫ് രീതിയെടുക്കും മറ്റും ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തെക്കാൾ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഹാജിമാരെ ഇരുകയും നീട്ടി സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സാണ് സൗദി ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ, അതിന്റെ ഇസ്ലാമികമായ മാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടന്ന അന്താരാഷ്ട്ര ഹജ്ജ് ഫോറത്തിൽ ഈ സംബന്ധമായ വിശദമായ ചർച്ചകൾ നടക്കുകയുണ്ടായി. സുപ്രധാനമായ 2 ആഹ്വാനങ്ങൾ ഹജ്ജ് അന്താരാഷ്ട്ര ഹജ്ജ് ഫോറം സമ്മേളനം പ്രഖ്യാപിക്കുകയുണ്ടായി. അതിലൊന്ന് ആവർത്തിച്ചുള്ള ഹജ്ജ് കുറക്കാൻ, സുന്നത്തായ ഹജ്ജ് കുറക്കുവാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുകയും അത് സംബന്ധമായ ബോധവൽക്കരണം നടത്തുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിലെ തന്നെ അനുഷ്ഠാന ക്രമങ്ങളുടെ ഒരു മുൻഗണനാക്രമത്തെ സംബന്ധിച്ച പഠനവും പരിശോധനയും ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്ന ഒരു നിർദ്ദേശവും ഈ കോൺഫറൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് എത്തുന്ന ഹാജിമാരെ ആ ഹജ്ജിന്റെ നാളുകളിൽ തികച്ചും ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ അതിഥികളായി സ്വീകരിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് സൗദി ഗവൺമെന്റ് ഇപ്പോൾ ഉള്ളത്. റൈറ്റ്, കെ എം ബഷീർ, തിരികെ എത്താൻ താങ്കളിലേക്ക്. റഫീഖ് റഹ്മാൻ, കേരളത്തിൽ ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിമാർക്കായി നിരവധി ക്ലാസുകൾ, ഹജ്ജ് ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ട്. വിവിധ സംഘടനകൾ, വിവിധ ഗ്രൂപ്പുകളുടെ ആഭിമുഖ്യത്തിൽ. യഥാർത്ഥത്തിൽ അതിൽ നൽകപ്പെടുന്ന പരിശീലനം അല്ലെങ്കിൽ ഹജ്ജിൽ ഒരു ഹാജി സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത് സംബന്ധിച്ച കൃത്യമായ പരിശീലനങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകാറുണ്ട്. ഒരു പക്ഷേ വിവിധ കർമ്മശാസ്ത്ര അഭിപ്രായങ്ങളനുസരിച്ച് അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പോലും സ്വീകരിക്കാൻ വിധത്തിൽ വിശാലമായ രീതിയിലുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. ഇതിനെല്ലാം ഉപരി ഹജ്ജിൻ്റെ ആത്മീയമായ, അതിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന തരത്തിൽ ഹജ്ജ് ചെയ്യേണ്ട കാര്യത്തിൽ ഹാജിമാർ, തീർത്ഥാടകർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആ കാര്യത്തിൽ 3 കാര്യമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട് വരുന്നത്. സാധാരണ ഇസ്ലാമിലെ ഒരു ആരാധനാ കർമ്മം, ആ ആരാധനാ കർമ്മത്തിൽ അതിൻ്റെ അനുഷ്ഠാനവും അതിൻ്റെ ആത്മാവും. ഇതിന് പുറമെ ഹജ്ജിൻ്റെ മാത്രം ഒരു സവിശേഷത, അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം കൂടി ഒരു ഹാജി ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ അതിൻ്റെ പൂർണ്ണമായ ചൈതന്യത്തോടു കൂടി ഒരാൾക്കത് നിർവഹിക്കാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് കാബയിലെത്തുന്ന, മസ്ജിദുൽ ഹറാമിലെ കാബയിൽ തവാഫിന് വേണ്ടി എത്തുന്ന, നമ്മൾ തിരിഞ്ഞു നമസ്കരിക്കുന്ന കാബയിലേക്ക് വരുമ്പോൾ ഹജറുൽ അസ്വദ് കഴിഞ്ഞതിന് ശേഷമുള്ള മക്കാം ഇബ്രാഹിം എന്ന് പറയുന്ന ഇബ്രാഹിം പ്രവാചകൻ കാബ നിർമ്മിക്കുന്ന സമയത്ത് കയറി നിന്നിട്ടുള്ള ആ ചവിട്ടടി, ആ കാൽപാദമുള്ള ഭാഗം അതിലെ ആ സ്ഫടികക്കൂട്ടിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ആ പ്രവാചകൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചും ആ പ്രവാചകൻ അവിടെ എത്തിയത് അന്നുണ്ടായിരുന്ന മക്ക, അദ്ദേഹത്തിൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന, ഈ കാബ ഇവിടെ വരുന്നതിലൂടെ ജനങ്ങൾക്കുണ്ടാവാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, ഇങ്ങനെ അതിൻ്റെ ചരിത്രം, അതുപോലെ സഫ മറുവയുടെയും അതുപോലെ തന്നെ അറഫയുടെ ചരിത്രം, അതുപോലെ തന്നെ മിനായുടെ ചരിത്രം, മിനായിൽ പൈശാചികതകൾക്കെതിരിലുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ യഥാർത്ഥത്തിൽ അതൊരു ചരിത്രത്തെ അറിഞ്ഞുകൊണ്ട് എറിയുക എന്നത് മാത്രമല്ല, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, ഒരു ഹാജിയുടെ ജീവിതത്തിൽ എന്തെല്ലാം പൈശാചികതകളുണ്ടോ, എനിക്ക് ഒരാളെ കാണുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ പ്രവർത്തനങ്ങളിൽ അമിതമായി ദേഷ്യം വരുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പൈശാചികത എന്നിൽ നിന്ന് നഷ്ടപ്പെടണമെന്നും എനിക്കൊരു വിശുദ്ധനായ മനുഷ്യനാകണം എന്നതാണ്. അങ്ങനെ പല അർത്ഥങ്ങളിലുള്ള സന്ദേശങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഹജ്ജ് നിർവഹിക്കണം എന്നതാണ് ഹാജിമാരോട് കേരളത്തിൽ നിന്ന് പോകുന്ന ക്ലാസ്സുകളിൽ ഇപ്പോഴും. നേരത്തെ ഈ ഫിഖ്ഹിയായ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ കർമ്മശാസ്ത്ര ചർച്ചകൾ എല്ലാവരും വലിച്ചു കൊണ്ടുവന്ന് ഹാജിമാരെ പ്രയാസപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഞാനതിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരാൾ നിൽക്കുന്ന നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഇപ്പോൾ അവരോട് പറയുന്നത് അതല്ല വിഷയം, അതിൻ്റെ ആ മർമ്മവും അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കണം. അങ്ങനെ തന്നെ ഹാജിമാർ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചൈതന്യപൂർവ്വം അവർക്ക് തിരിച്ചു വരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാസിം ഇരിക്കൂർ, ഒരു വല്ലാത്ത രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് ഈ വർഷത്തെ ഹജ്ജ് നടക്കുന്നത്. നമുക്കറിയാം, പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്നു. വിപ്ലവങ്ങൾ നടന്നിരിക്കുന്നു, പ്രതിവിപ്ലവങ്ങൾ നടന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ബഹ്റൈൻ ഭരണകൂടം പറഞ്ഞിരിക്കുന്നു, ഹജ്ജിനെ ഒരു രാഷ്ട്രീയ പ്രചാരണ വേദിയായി മാറ്റരുത് എന്ന മുന്നറിയിപ്പ്
ബഹ്റൈനിൽ നിന്നുള്ള ഹാജിമാർക്ക് നൽകിയിരിക്കുന്നു. താങ്കളുടെ അവിടുത്തെ അനുഭവങ്ങളിൽ ഹജ്ജ് സമ്മേളനത്തിനിടയിൽ, ഹജ്ജിൻ്റെ ആ കൂട്ടായ്മയ്ക്കിടയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങളോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എല്ലാ കാലഘട്ടത്തിലും ഇത്തരം സംഘർഷാവസ്ഥകളും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളും വിപ്ലവങ്ങളും വസന്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴുള്ള കാണുന്ന ഇതേ കാലുഷ്യത്തിൻ്റെ മറ്റ് മുഖങ്ങളൊക്കെ തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും തന്നെ ഹജ്ജിനെ കാര്യമായി ബാധിക്കാറില്ല എന്നുള്ളതാണ് അനുഭവത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഹറമിലേക്ക് വരുന്നതോടുകൂടി അല്ലെങ്കിൽ പുണ്യഭൂമിയിൽ എത്തുന്നതോടുകൂടി എല്ലാ രാഷ്ട്രീയവും മറക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള ഒരു വലിയൊരു കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രക്ഷോഭം നടക്കുന്ന ഒരു പ്രദേശത്താണെങ്കിൽ, വിപ്ലവം നടക്കുന്ന പ്രദേശത്താണെങ്കിൽ അവർ ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതോടുകൂടി അവർ തീർത്ഥാടകരാണ്. അവർ രാഷ്ട്രീയ നേതാക്കന്മാരോ രാഷ്ട്രീയ വിദ്യാർത്ഥികളോ വിപ്ലവകാരികളോ അല്ല. ഇറാൻ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷവുമൊക്കെ തന്നെ ചെറിയൊരു തോതിൽ രാഷ്ട്രീയം കലർത്താൻ ശ്രമം നടന്നു എന്നൊക്കെ കേട്ടിരുന്നു. അതുമാത്രമല്ല, അറഫയിൽ അത്തരം രാജ്യങ്ങളിൽ നിന്നുള്ളവർ കൂട്ടം ചേരുകയും മുദ്രാവാക്യം മുഴക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ സൗദി അറേബ്യയുടെ കർശനമായ സുരക്ഷാ സംവിധാനത്തിൽ നടക്കാൻ പോകുന്നില്ല. ചെറിയ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുമ്പോഴേക്കും അത് അടിച്ചമർത്തുകയല്ല, അതിനെ ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. കാരണം ഇത് സംഭവിക്കുന്ന മുഴുവനും തന്നെ ഹറമില. എല്ലാ തരത്തിലുള്ള അഹിംസയും എല്ലാ തരത്തിലുള്ള പീഡനങ്ങളും എല്ലാ തരത്തിലുള്ള മർദ്ദനങ്ങളും ഹറാമാക്കപ്പെട്ട ഒഴിവാക്കപ്പെട്ട ഒരു പ്രദേശത്താണ്. അതിൻ്റെ ആത്മസത്ത ഉൾക്കൊണ്ട് കണ്ട് തന്നെ ആരും തന്നെ പരിധികൾ ലംഘിച്ചും കൊണ്ട് ഇതുവരെ അത്തരം രാഷ്ട്രീയം കളിച്ചതായി അനുഭവപ്പെട്ടിട്ടില്ല. വളരെ നിസ്സാരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അറബി വസന്തത്തിൻ്റെ ഈ നല്ല കാലഘട്ടത്തിലും അതുപോലെ തന്നെ സംഘർഷ കാലഘട്ടത്തിലെല്ലാം തന്നെ ആ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ഹജ്ജ് മുടങ്ങാതിരിക്കാൻ വേണ്ടി ആ രാജ്യത്തെ ഭരണാധികാരികളും അതോടൊപ്പം തന്നെ സൗദി ഭരണാധികാരികളും വളരെ ശുഷ്കാന്തി കാണിച്ചിരുന്നു. ഏതോ ഒരു വർഷം H1N1 എന്ന് പറയുന്ന പകർച്ചവ്യാധിക്ക് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ സമയത്തിൽ മൊറോക്കോ ആണെന്ന് തോന്നുന്നു അവരുടെ തീർത്ഥാടകരെ ഉംറക്ക് അയക്കാതിരുന്നു. പക്ഷേ സൗദി അറേബ്യ പറഞ്ഞു, ഞങ്ങൾ അവരെ വരികയാണെങ്കിൽ ആരോഗ്യപരമായ എല്ലാ സർട്ടിഫിക്കറ്റ് നൽകുകയാണ്, സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന്. അടുത്ത കാലഘട്ടത്തിലാണ് ഈ ചെറിയ തരത്തിലുള്ള സംഘർഷമുണ്ടായ സമയത്ത് ഹജ്ജ് അതിന് വേദിയാക്കുന്നുള്ള പരാതികൾ ഉയർന്നത്. യഥാർത്ഥത്തിൽ അത്തരം പ്രചാരണങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പാശ്ചാത്യ മീഡിയ ഇല്ലാത്ത പ്രചാരണങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തിരുന്നു. കാരണം സുന്നീഷിയ സംഘടനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇറാൻ സൗദി അറേബ്യ അന്തരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ബഹ്റൈൻ ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകർ ഇതൊരു രാഷ്ട്രീയ ഭൂമിയെ അജണ്ടയാക്കി എടുക്കാൻ സാധ്യതയുണ്ട് എന്ന്. പക്ഷേ സൗദി അറേബ്യയുടെ ഇന്നത്തെ സുരക്ഷാ സംവിധാനത്തിൽ അവിടുത്തെ കർക്കശമായ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത്തരം ചെറിയ നീക്കങ്ങൾ ഉണ്ടായാൽ തന്നെ അത് മുളയിൽ തന്നെ നുള്ളാനുള്ള എല്ലാ സംവിധാനങ്ങളും സൗദി അറേബ്യയിലുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ഇത്തരം അജണ്ടകൾ മാറ്റിവെക്കുകയാണ് പതിവ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റൈറ്റ്. കാസിം ഇരിക്കൂർ, കെ എം ബഷീറിലേക്ക് ഒരിക്കൽ കൂടി. കെ എം ബഷീർ, സൗദി ഭരണകൂടം അവർക്ക് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാട് സൗദി ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയ നിലപാടുകൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകളോട് എതിർഭാഗത്ത് നിൽക്കുന്ന രാജ്യത്തു നിന്നുള്ള ഹാജിമാരോടുള്ള മനോഭാവത്തെ സ്വാധീനിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഹാജിമാരുടെ വിഷയത്തിലും ഹജ്ജിന്റെ വിഷയത്തിലും സൗദി ഗവൺമെന്റിന്റെ നിലപാടുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് വരുന്നവരാകട്ടെ സൗദി അറേബ്യയോട് രാഷ്ട്രീയമായ വിഷയങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച് നിൽക്കുന്ന രാഷ്ട്രം എന്ന് വരുന്നവരാകട്ടെ അവരൊക്കെ അള്ളാഹുവിന്റെ അതിഥികൾ ആണ് എന്ന നിലക്ക് തന്നെയാണ് സൗദി ഗവൺമെന്റ് അവരെ കാണുകയും സമീപിക്കുകയും ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ നേരത്തെ തന്നെ സൗദി ഗവൺമെന്റിന് വിരോധമുള്ള രാഷ്ട്രത്തിൽ നിന്നുള്ള ഹാജിമാരുടെ വരവ് അവർക്ക് നിരോധിക്കേണ്ടിയിരുന്നു. ഒരിക്കലുമില്ല. എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും വരാൻ ഹാജിമാർക്ക് വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പക്ഷെ ഗവൺമെന്റിന്റെ ഒരു നിലപാട് ഇപ്പോൾ കാസിം ഇരിക്കൂർ സൂചിപ്പിച്ചതുപോലെ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ രാഷ്ട്രീയമായ ചേരുതിരിവുകളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രചരണത്തിന് അത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിലപാട് ആണ് സൗദി ഗവൺമെന്റിനുള്ളത്. ഇപ്പോൾ തന്നെ അറബ് ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ വരുന്ന ഹാജിമാരിൽ തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ളവരുണ്ടാവാം. അവരിവിടെ വന്ന് അവരുടേതായ വീക്ഷണങ്ങൾ പ്രചരിപ്പിക്കാനും ഒരു വേദിയായി ഹജ്ജിനെ ഉപയോഗപ്പെടുത്തരുത്, അത് ഉപയോഗപ്പെടുത്തുന്നത് ഹജ്ജിന്റെ സുഖമായ നടത്തിപ്പിന് വിഘാതമാകും എന്ന കൃത്യമായ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. അതല്ലാതെ സൗദി ഗവൺമെന്റിനോട് രാഷ്ട്രീയമായി വിയോജിപ്പുള്ള രാഷ്ട്രത്തിലുള്ള ഹാജിമാരോട് ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം സൗദി ഗവൺമെന്റ് ഒരു കാലഘട്ടത്തിൽ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. റൈറ്റ്. കെ എം ബഷീർ, റഫീഖ് റഹ്മാനിലേക്ക്. ഹജ്ജ് ഒരു ആത്മീയ അനുഭവമാണ്.
അതുപോലെ തന്നെ അതൊരു രാഷ്ട്രീയ അനുഭവം കൂടിയാണ്. കാരണം ഇത്തരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ കൂട്ടായ്മ ഒരു വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം ലോകത്തിന് നൽകുന്നുണ്ട്. ആ രാഷ്ട്രീയ സന്ദേശം എന്താണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? മനുഷ്യ സമൂഹം ദേശത്തിൻ്റെയും ഭാഷയുടെയും വർണ്ണത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ സംസ്കാരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനങ്ങളിൽ വിവിധ കക്ഷികളും വിഭാഗങ്ങളുമൊക്കെയായി തമ്മിൽ പോരടിച്ചുകൊണ്ടിരിക്കുന്നതാണ് പുരാതന ചരിത്രത്തിലും ആധുനിക കാലത്തും വംശീയതയും വർണ്ണവെറിയുമൊക്കെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യ സമൂഹം ഒന്നാണെന്ന സന്ദേശമാണ് ഈ ഹജ്ജ് പ്രധാനമായും ജനങ്ങൾക്ക് നൽകുന്നത്. ഉദാഹരണത്തിന് അവിടെ വരുന്ന എല്ലാ ആളുകളും ഒരേ വസ്ത്രം ധരിക്കണം, ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കണം എന്നാണല്ലോ നിയമം. അത് ധരിക്കേണ്ടുന്ന ഒരു പ്രത്യേകമായ സ്ഥലങ്ങളുണ്ട്. അതിനാണ് മീഖാത്ത് എന്ന് പറയുന്നത്. അത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി അതിനെ പ്രവാചകൻ നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അവിടെ വെച്ച് അതുവരെ അവർ ഏതൊരു വസ്ത്രമാണോ ധരിച്ചിട്ടുള്ളത്, ഓരോ രാജ്യക്കാരെയും കണ്ടാൽ തന്നെ നമുക്ക് അവരുടെ വേഷങ്ങളിലൂടെയും അവരുടെ സംസ്കാരങ്ങളിലൂടെ അവരുടെ ഭക്ഷണ രീതിയിലൂടെയും നമുക്ക് അവരെ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വകതിരിവുകളും മാറ്റി മനുഷ്യ സമൂഹം ഒന്നാണെന്നും അവർ ഐക്യപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ അടിമകളായി അവൻ്റെ മുമ്പിൽ സർവാത്മന സമർപ്പിക്കുന്നവരായി അവന് വിധേയരായി ജീവിക്കുന്നവരാണ് എന്ന ഐക്യത്തിൻ്റെയും മാനവികതയുടെയും വലിയൊരു സന്ദേശമാണ് ഹജ്ജ് നൽകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നേരത്തെ ഒന്നിൽ കൂടുതൽ ഹജ്ജ് ചെയ്യുന്നത് ഒരുതരം ഫാഷൻ പോലെ ആളുകൾ കൊണ്ടു നടന്നിരുന്നു. ഒന്നിൽ കൂടുതൽ ഹജ്ജ് ചെയ്യുന്നവർക്ക് കൂടുതൽ ബഹുമാനം സമൂഹത്തിൽ ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രായമാവുമ്പോൾ ഹജ്ജ് ചെയ്യുക എന്നൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലേക്ക് ഒരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? തീർച്ചയായും മാറ്റം വന്നു. അത് ജനങ്ങളുടെ ഒരു ധാരണയാണ്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം പണവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ പോവുക. അങ്ങനെയല്ല ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. പണവും സൗകര്യങ്ങളും ആരോഗ്യവും ഒക്കെ എപ്പോൾ ഒരാൾക്ക് ജീവിതത്തിൽ ഒത്തുവരുന്നോ ആ സമയത്ത് തന്നെ അത് നിർബന്ധമായും ചെയ്യണം. ഈ പ്രായമായ ആളുകൾ പോയി ആ കർമ്മം ചെയ്യുന്നതിൻ്റെ ഒരു പ്രായോഗികമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കുറേ കൂടി ഈ പറഞ്ഞ രൂപത്തിൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രൂപത്തിൽ സൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കുറേയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ചും യാത്രയിലും ജിദ്ദയിൽ തന്നെ ഇറങ്ങി അവിടെ നിന്ന് പാസ്പോർട്ട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വാഹനത്തിൽ കയറി മക്കയിലെത്തുന്ന ഒരു തീർത്ഥാടകനെ സംബന്ധിച്ചിടത്തോളം അവിടെ തൊട്ട് പ്രയാസങ്ങൾ ആരംഭിക്കും. അപ്പോൾ ഒരു യുവത്വത്തിലുള്ള, പ്രത്യേകിച്ച് ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ, അതുപോലുള്ള രാജ്യങ്ങൾ അവർ യുവത്വത്തിൽ തന്നെയാണ്, യുവതികളും യുവാക്കളുമാണ് അത് ഒരു അഭിമാനപൂർവ്വം ആ കർമ്മം ചെയ്യാൻ വേണ്ടി വരുന്നത്. ആ രൂപത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും വേണ്ടത്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്കും അങ്ങനെ തന്നെയാണ് ആ മാറ്റം വേണ്ടത്. കുറേ കൂടി സാമ്പത്തികമായി മാറ്റങ്ങൾ കേരളത്തിൽ വന്നതുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ യുവതലമുറ അതിനുവേണ്ടി കൂടുതൽ മുന്നിട്ടിറങ്ങണം എന്നതാണ് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാസിമിരിക്കൂർ, ഇവിടെ റഫീഖ് സൂചിപ്പിച്ചതുപോലെ ഇന്തോനേഷ്യയിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഹജ്ജ് നിർവഹിക്കുക എന്നത് അവളെ വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അവരുടെ ഒരു സമ്പ്രദായമാണ്, ആചാരമാണ്. അത്തരത്തിൽ ഹജ്ജ് സംബന്ധമായി വിവിധ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള പാരമ്പര്യങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്നുണ്ടാവാം. താങ്കളുടെ അനുഭവത്തിൽ ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒരു പക്ഷേ പുണ്യഭൂമിയിലെത്തുന്ന ഏറ്റവും നല്ല ഹജ്ജ് സംഘം ഇന്തോനേഷ്യയിൽ നിന്നാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വരുന്നതും ഇന്തോനേഷ്യയിൽ നിന്നാണ്. കാരണം ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം ഇന്തോനേഷ്യയാണല്ലോ. യഥാർത്ഥത്തിൽ അവിടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എല്ലാ പഠനങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ പരിശീലനങ്ങളും നൽകുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രജിസ്ട്രേഷൻ സിസ്റ്റമാണ്. ഇന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഒരുപക്ഷെ 5 വർഷത്തിന് ശേഷം അവർക്ക് ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഊഴം വരുന്ന സമയത്ത് ആ വർഷം മുഴുവൻ തന്നെ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ തവാഫിൻ്റെയും സഹീൻ്റെയും പരിശീലനം പോലും അവിടെ മാതൃകകൾ ഉണ്ടാക്കി നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഒരേ വേഷത്തിൽ വളരെ ചെറുപ്പക്കാരൊക്കെ തന്നെ വരുന്ന ഒരു നല്ല ഒരു വിങ്ങാണ് അവർ. പലപ്പോഴും തന്നെ സൗദി ഗവൺമെൻറ് തന്നെ അംഗീകരിക്കാറുണ്ട് ഏറ്റവും നല്ല സംഘം വരുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാണ്. ഇതൊരു പ്രത്യേക ആചാരത്തിൻ്റെ പുറത്തു മാത്രമല്ല, അവിടുത്തെ ഗവൺമെൻറ് വളരെ സൂക്ഷ്മതയോടുകൂടി ഹാജിമാരുടെ സൗകര്യങ്ങളും അവരുടെ പരിശീലനങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള പരിശീലനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാറില്ലെങ്കിലും അറബ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന, ഉദാഹരണമായിട്ട് സിറിയ, ഈജിപ്റ്റ്, മൊറോക്കോ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തി പാരവശ്യം അവരിലാണ് കാണുക. അതുമാത്രമല്ല അവരുടെ തൽബിയത്ത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്നൊക്കെ നമ്മൾ ചൊല്ലുന്ന തൽബിയത്ത് കേട്ട് കഴിഞ്ഞാൽ ബസ്സിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകർ പോകുന്ന സമയത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആത്മീയതയുടെ ഉദാത്തമായ ഭാവത്തിലേക്ക് പോകുന്ന